ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടിലോട്ട് വരികയാണ്. അതായത് ബിഗ് ബോസ് ബ്രേക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് 2 പേര് ഔട്ട് ആവുന്നുണ്ട്. ആ 2 പേര് ഔട്ട് ആകുന്നതിന്റെ മുൻപ് തന്നെ ബിഗ് ബോസ് ഒരു ചെറിയ ചേഞ്ച് നടത്തിയിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് കൊടുത്ത സമയത്ത് കുറേയധികം കാര്യങ്ങൾ പരസ്പരം അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ആര്യൻ നെവിൻ വരുന്നത് കണ്ടിട്ടുണ്ട്. ഷുവറാണ് 100% ഷുവറാണ്. ഇനി എന്താണ് സംഭവിച്ചെന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സാബുമാന് അവസരം കിട്ടി. സാബുമാൻ ആദിലയെ ഗസ് ചെയ്തു. ആദിലെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആദിലയാണ് ഔട്ടായത്. അതിനുശേഷം ഒന്നീൽ ഔട്ടാകുന്നുണ്ട്. അതിനുശേഷം ശരിക്കും എല്ലാവരും തിരിഞ്ഞിരുന്നു. എല്ലാവരെയും തിരിച്ചിരുത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു. അങ്ങനെ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് കിട്ടിയത് ജിഷിനും അനുമോളും എല്ലാം കൂടെ ഈ ബിഗ് ബോസ് വീടിന് അകത്തിരുന്ന് ലിവിങ് ഏരിയയിൽ ഇരുന്ന് ആ ഒരു TV-യിൽ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അവരവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞതനുസരിച്ച് മാറ്റിയതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവന്മാര് വൻ ഉഡായിപ്പാണ്. ഇനി ആരും ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്, അതായത് ഇപ്പൊ എല്ലാം ഒന്നും കണ്ടിട്ടുണ്ടാവത്തില്ല, പക്ഷെ ആ നെവിൻ അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് എന്നുള്ളത്, അതായത് നെവിൻ ആണ് എന്ന് മനസ്സിലായാൽ തന്നെ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് തൊട്ട് മുൻപായിരുന്നു ബിന്നി തല ഉയർത്തി നോക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. സോ അപ്പോൾ ബിന്നി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആര്യന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്, ആര്യനൊരു കുറച്ച് എന്താ പറയാ കുട്ടിത്തവും അതുപോലെ തന്നെ തല്ലുകൊള്ളിത്തരവും ഒക്കെ ഉള്ള ഒരു കുട്ടിത്തമുള്ള ഒരു കുട്ടി തന്നെയാണ് ആര്യൻ. ആര്യന്റെ ഏജും അതിനനുസരിച്ച് തന്നെ ഒരു 20 സംതിങ് എന്തോ ആണ്. അപ്പൊ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ സോ ഈസി ആയിട്ട് ഗസ് ചെയ്തു. എന്നിട്ട് ഗസ് ചെയ്തതിന് ശേഷം അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് സ്മെല് ചെയ്തതാണ്. നമ്മൾ ആദ്യം അങ്ങനെ കാണുമ്പോൾ, അതായത് ആര്യന് കിട്ടിയ ആദ്യ ചാൻസ് ആണ് ആ ഗസ് കറക്റ്റ് ആയത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓ മൈ ഗോഡ് ആര്യൻ സൂപ്പർ ആക്കി എന്നുള്ള ഒരു ഗസ്സിലേക്ക് വന്നത്. അത് അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് അങ്ങനെ പറയാനുള്ള റീസൺ അതായിരുന്നു. എന്നാൽ ഇവർക്കൊരു ബ്രേക്ക് ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പൊ ഔട്ടായിരിക്കുന്നത് ജിഷിൻ ഔട്ടായി, അതുപോലെ തന്നെ നെവിൻ ഔട്ടായി, ദെൻ അനുമോൾ ഔട്ടായി, അനീഷ് ഔട്ടായി, ആദിൽ ഔട്ടായി, ഒനീല്, ലക്ഷ്മിയും ഔട്ടായി. അപ്പൊ ഇത്രയും പേരാണ് ഔട്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമ്മുടെ ആര്യനും അതുപോലെ ജിസേലും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് സത്യത്തിൽ ഇത് ആര്യൻ ഇത് കണ്ടുപിടിച്ചത് എന്നിങ്ങനെ ജിസേൽ ചോദിക്കുകയാണ്, കുത്തി ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നല്ല മറുപടി ഒന്നും സത്യം പറഞ്ഞാൽ ആര്യൻ പറഞ്ഞു കൊടുത്തില്ല. പകരം ഇതിങ്ങനെ ഗസ് ചെയ്യണം, അത് അങ്ങനെ ഗസ് ചെയ്യണം എന്നൊക്കെ വെറുതെ തള്ളിയിട്ട് ആ അതെനിക്ക് സ്മെല്ല് കിട്ടിയിട്ടാണെന്ന് ആര്യൻ ജിസേലിന്റെ അടുത്ത് വരെ അത് പറയുകയാണ്. അപ്പോൾ ഉറപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ അത് സ്മെല്ലിന്റെ ഒന്നും അല്ല, ആര്യൻ ശരിക്കും അത് കണ്ടിട്ടുണ്ട്. അക്ബർ പറയുന്നുണ്ടായിരുന്നു, അക്ബർ ഒരു ഡയലോഗ് പറഞ്ഞു ഈ ബ്രേക്ക് ടൈമിൽ പറയുന്നുണ്ടായിരുന്നു, കാണാൻ കംപ്ലീറ്റ്ലി കാണത്തില്ലെന്നല്ല, കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, അത് മതിയല്ലോ, അത് മതി, ആരേതിലോ കൂടെ നടന്നു എന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി, ഒരു ചെറിയൊരു പോർഷൻ കണ്ടാൽ മതി, കംപ്ലീറ്റ്ലി ഒരാളെ കാണേണ്ട കാര്യമൊന്നുമില്ല, കാല് കണ്ടാൽ തന്നെ ഗസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ കാലും ആ ഒരു നടത്തവും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നെവിൻ കാലിങ്ങനെ ഉന്തിയാണ് നടന്നത്. സോ ആരും കറക്റ്റായിട്ട് ഗസ് ചെയ്തത് കണ്ടിട്ട് തന്നെയാണ്. പിന്നെ ബിഗ് ബോസ് തിരിച്ചിരുത്തിയതിന് ശേഷം എന്തായാലും കാണാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സാബുമാൻ ശരിക്കും പറഞ്ഞാൽ കാണാതെയാണ് ഗസ് ചെയ്തത്. കാരണം ആദില അവിടെ സാബുമാന്റെ ഫ്രണ്ടിൽ കുപ്പി വെച്ചപ്പോഴും ആദിലയെ ഗസ് ചെയ്തത് ആ ഒരു ആദിലയുടെ ഫേസ് എക്സ്പ്രഷനും ചിരിയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആദില ബുദ്ധിപൂർവ്വമായിട്ട് സാബുമാന്റെ സൈഡിലാണ് കൊണ്ടുവച്ചത്. സാബുമാന് വേണമെങ്കിൽ ഗസ് ചെയ്യാനായിട്ട് നൂറയും ബിന്നിയും ഒക്കെ തന്നെ ഗസ് ചെയ്യാമായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ആദിലയെ പൊക്കിയത് ആദിലയുടെ മുഖം വെച്ചിട്ടാണ്. അതായത് മീൻസ് ആദില ഭയങ്കരമായിട്ടും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെയാണ് തിരിച്ചിരുത്തിയതിനു ശേഷം ലക്ഷ്മി കൊണ്ടുപോയി സാബുമാന്റെ ഫ്രണ്ടിൽ കുപ്പി വെച്ചു. അപ്പോഴും സാബുമാൻ കറക്റ്റ് ആയിട്ട് തന്നെ ലക്ഷ്മിയെ ഗസ് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് സാബുമാനാണ് കറക്റ്റായിട്ട് ഗസ് ചെയ്തത്. പിന്നെ ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അവരങ്ങനെ ആ ഒരു സംഭാഷണം വന്നിട്ട് ആര്യൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇപ്പോഴേ പൊക്കത്തില്ല, ഞാൻ ലാസ്റ്റ് നിന്നെ പൊക്കത്തുള്ളൂ, അപ്പം നമുക്ക് നോക്കാം, ഞാൻ നിന്നെ ലാസ്റ്റത്തേക്ക് വെച്ചിട്ടാണ്, നീ ആദ്യം ഒന്ന് പേടിക്കണ്ട കേട്ടോ എന്നിങ്ങനെ ആര്യൻ നമ്മുടെ ജിസേലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആര്യൻ ജിസേലിനെ ഒന്ന് കൈ വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ജിസേലിന്റെ പാവാടവള്ളി പോലെ നടന്നിട്ട് കാര്യമില്ല എന്ന് ആര്യന് മനസ്സിലായി. ഇത് ബിഗ് ബോസ് ഗെയിം ആണെന്നൊന്ന് ഓർമ്മ വന്നിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു ശോഭ മാമും അതുപോലെ തന്നെ
സോറി, അവർ പറയുന്നത് വെച്ചിട്ട് വിളിച്ചതാണ്. ശോഭയും അഖിൽമാരാരും വന്ന സമയത്ത് മറ്റേ ശോഭ തന്നെയാന്ന് തോന്നുന്നു ആര്യന്റെയും ജിസേലിന്റെയും ആ ഒരു റിലേഷനെ വെച്ചിട്ടൊരു ഡയലോഗ് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് കാര്യമുണ്ടോ, അത് നിങ്ങൾ ഗെയിം കളിക്കുന്നില്ല എന്ന രീതിയിൽ സംസാരിച്ചത് ആര്യന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകുമേ, അത് ആര്യൻ പറഞ്ഞ ആ ഒരു ജെന്വിൻ വേർഡ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകും, അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ ഗെയിം കളിക്കണം, ഗെയിം കളിക്കാനാണ് നമ്മൾ വന്നത് എന്നുള്ള രീതിയിലേക്ക് ആര്യൻ മാറുന്നുണ്ട്. അപ്പോൾ ആര്യന്റെ ഗെയിമൊക്കെ കൊള്ളാം, പക്ഷെ അതൊരു ചീപ്പ് ഗെയിം ആയി പോയി. മീൻസ് ചീപ്പ് ഗെയിം എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത് ഗസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അവർ പറയുമോ ഇല്ല ഞാനല്ല വെച്ചത് എന്നൊന്നും അവർ അങ്ങനെയല്ലല്ലോ. അത് കാരണം ഗസ്സിങ് ആണ്, അത് ആ ഒരു ഗസ് ചെയ്ത് ഈ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ആര്യൻ അത് തന്ത്രപരമായിട്ട് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ആര്യൻ ഇരുന്നത് വരെ ബാക്കിലോട്ട് ചാഞ്ഞ് റിലാക്സ് ആയിട്ടാണ് ഇരുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് കാലിന്മേൽ കാലൊക്കെ കയറ്റി കോൺഫിഡന്റ് ആയിട്ടിരുന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആര്യനെ സത്യം പറഞ്ഞാൽ സംശയിച്ചത് ഞാൻ അങ്ങനെയാണ് ആദ്യം സംശയിച്ചത്. പിന്നെ ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് മണപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അക്ബർ പറയുന്നുണ്ട് കുറച്ചൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ തല പൊക്കിയത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ആര്യനും തല പൊക്കാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആര്യൻ കുറച്ച് ബാക്കിലോട്ട് ഇരുന്നിട്ട് ആ ഒരു ചെറിയ രീതിയിൽ ആ ഒരു തറ നിരപ്പിൽ എന്താ സംഭവിക്കുന്നത്, തൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും ആര്യന് സാധിക്കും. അപ്പം ആര്യൻ അതൊരു കള്ളക്കളി തന്നെ ആയിരുന്നു എന്ന് ഗസ് ചെയ്യാം. ഗസ്സല്ല, അത് ഉറപ്പിക്കാം. അതെനിക്ക് ഉറപ്പായി കേട്ടോ, ഞാൻ അത് ഉറപ്പിച്ച് തന്നെ പറയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് കമന്റ് പറയുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത പാർട്ട് ഇപ്പോൾ തുടങ്ങി കാണുമായിരിക്കും. ഞാൻ പോയി ലൈവ് കണ്ടിട്ട് അതിന്റെ അപ്ഡേഷനായിട്ട് വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.